ഇഷ്ടം ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യാം? എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇല്ല, ഞാൻ അതിന് മാത്രം ചോദിച്ചില്ലല്ലോ. ഞാൻ ഇതിന് മുമ്പ് വേറെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്തിട്ടുള്ളതാ. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിരുത്തി ചോദിക്കാം. ഞാൻ മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഇപ്പൊ എന്താ ചോദിച്ചേ? ആങ്കർ അല്ല, ഏത് ഇത് കിട്ടണത് നീ മേടിച്ചോ? ആരാണെങ്കിലും ഡാഷ് 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 ബാക്കി പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. ഇഷ്ടമുള്ളത് അവിടെ ഫിൽ ചെയ്തോ. പൂരിപ്പിക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് ഞാൻ റിയാക്ട് ചെയ്തു. അതെന്റെ ഒരു ക്യാരക്ടറാണ്, മനസ്സിലായോ? ഒരു പ്രത്യേക ടൈപ്പാണ് കച്ചട. എത്ര നാളായി ഇതിൽ വന്നിട്ട്? ഞാൻ കുറച്ച് നാളായി. കുറച്ച് നാളായെങ്കിലും മോള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇയാളെന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ആരോട് എന്നോട് ചോദിക്കണം ചോദിക്കണ്ട എന്നുള്ളത് മര്യാദയ്ക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വന്ന് ഇരുന്നോളുക. പിന്നെ വാർപ്പിന് പരീക്ഷ എഴുതല്ലേ? നിലത്ത് നിന്ന് വളരും മോളെ, അങ്ങനെ പൊങ്ങാതെ ഉച്ചിടിക്കും. അല്ലാതെ ഒരുമാതിരി വേഷം കെട്ട് എന്റെ അടുത്ത് ഇറക്കണ്ട മോളെ. നീ എന്റെ അടുത്ത് വേഷം കെട്ട് ഇറക്കണ്ട. നിന്റെ പരിപ്പ് എന്റെ വീട്ടിലിട്ട് വേവിക്കാൻ നോക്കരുത്, വേവത്തില്ല. ഇതിന് മാത്രം ചേച്ചി ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എന്താ ചോദിച്ചത്? എന്താ ചോദിച്ചത്? ഇതിന് മാത്രം ചേച്ചി റിയാക്ട് ചെയ്യാനുള്ളത് ഒന്നും ചെയ്തിട്ടില്ല. സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിക്കേണ്ടത് നീയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണ ഒക്കെ വേണ്ടേ? നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? അല്ല, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞതിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നല്ല. ഇതായിരുന്നു എന്നെ ഭരിക്കാൻ വന്നോണ്ടല്ലോ. ഈ പൊക്കത്തിലും വണ്ണത്തിലും വളർന്ന എനിക്കറിയാം, അതിലിടപെടാൻ ആരും വരണ്ട. ഒരാൾക്കും ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ് നിനക്കുള്ളത്. ഇതങ്ങ് ഇറക്കി വെച്ചിട്ട് ആ ഒരു കുപ്പായ മോളങ്ങ് ഇറക്കി അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി അണ്ണാക്കിലിട്ട് പൊട്ടിക്കും. ഇല്ല അപ്പു, ഞാൻ ഇത്രയും ഷോ ചെയ്തു, ഇത്രയും അഹങ്കാരത്തിന് കൈയും കാലും പിടിച്ചു. ഒന്നും മിണ്ടാതിരിക്കടാ, തലയ്ക്ക് സ്വൈര്യം തരില്ല എന്ന് വെച്ചാ. ഞാൻ നിങ്ങളുടെ കാല് കയ്യെ പിടിച്ചു. അയ്യോ, എന്നെ ഷോ ഇന്റർവ്യൂവിന് കൊണ്ടുവരണം. അയ്യോ, അത് ശരി. അപ്പൊ ഇതുവരെ ആർക്കും കഥ മനസ്സിലായിട്ടില്ല അല്ലേ? കൈ ഇങ്ങോട്ട് വന്നേ. അഭിനയിക്കാൻ പറയുമ്പോ ജീവിച്ചല്ലേ, പേടിച്ചിട്ടേ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ആള് അഭിനയിക്കാൻ പറയുമ്പോ ജീവിച്ചല്ലേ. അത് വെറും ആക്ടിംഗ് ആയിരുന്നു, നിനക്ക് മനസ്സിലായില്ലേ? അയ്യോ, ആക്ടിംഗ് ആയിരുന്നു, മനസ്സിലാവേ ഇല്ല. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ വരട്ടെ? എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.